ഹലോ വ്യൂവേഴ്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രം പഴം കൊണ്ട് ഒരു ബനാന കേക്കാണ്. അത് വളരെ നന്നായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് വ്യത്യാസമായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ 1 കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 2-3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട അതുകൂടെ ഇട്ടിട്ട് ആ മിക്സിയിലിട്ട് നല്ലോണം ഞാൻ അത് പൗഡർ ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം അത് മാറ്റി വെച്ചു. എന്നിട്ട് ഞാനൊരു കേക്ക് ടിൻ എടുത്തിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് അത് നല്ലോണം ഗ്രീസ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിലേക്ക് ഒരു ബട്ടർ ഷീറ്റ് ഞാൻ വെക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ 1 കപ്പ് മൈദ, അത് കഴിഞ്ഞ ശേഷം ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, പിന്നെ അത് കഴിഞ്ഞ ശേഷം ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, അത് കഴിഞ്ഞ ശേഷം കുറച്ച് 1/4 ടീസ്പൂൺ താഴെ ഉപ്പ്, എല്ലാം കൂടെ ചേർന്ന് ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. വേണമെങ്കിൽ ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ അരിച്ചോളൂ. ഞാനിത് ഈ വിസ്ക് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ മിക്സ്ചർ മൈദയും ബേക്കിംഗ് പൗഡർ എല്ലാം കൂടി നന്നായിട്ട് കൂടി വരാൻ വേണ്ടിയിട്ട് വിസ്ക് വെച്ച് നല്ലോണം ഞാനത് ഇളക്കിയെടുക്കുകയാണ്. നന്നായി തന്നെ മിക്സ് ആയിട്ട് വരും കേട്ടോ. പിന്നെ ഞാനൊരു നേന്ത്രപ്പഴം ഒരെണ്ണം നല്ല പഴുത്തതാണ് കേട്ടോ. അത് എടുത്തു കഴിഞ്ഞ ശേഷം തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ നമ്മളതിന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഞാനതൊരു മിക്സി ജാറിലേക്ക് ഇടുകയാണ് കേട്ടോ. ചെറിയൊരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ അരിഞ്ഞതിട്ട് കഴിഞ്ഞ ശേഷം അത് നല്ലവണ്ണം ഞാനങ്ങ് അരച്ചെടുക്കും. അത് മിക്സിയിൽ നല്ലോണം അരച്ചെടുത്തു. ഞാനതൊരു പാത്രത്തിലേക്ക് അത് മാറ്റുകയാണ് കേട്ടോ. ഒരു ബൗളിലേക്ക് ഞാനത് മാറ്റുകയാണ്. എൻ്റെ ഈ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ദയവ് ചെയ്ത് മറ്റുള്ളവർക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഞാൻ കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ട് അത് നല്ലോണം തീരെ പൊടിക്കണ്ട, ഇച്ചിരി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ഞാനതങ്ങ്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനത് എടുക്കുന്നത്. ഞാൻ കുറച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോടുകൂടി കുറച്ച് മൈദ ഞാനത് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി എടുക്കുകയാണ്. പിന്നെ ഒരു മിക്സി ജാറിൽ 3 മുട്ട, ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മിക്സി ജാറിലേക്ക് ഇടുന്നത്. ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ മിക്സി ജാർ ഉണ്ടാവുമല്ലോ, പിന്നെ അതുകൊണ്ട് നമുക്ക് വേഗം അത് ഉണ്ടാക്കാമല്ലോ. അതിനാണ് ഞാൻ മിക്സി ജാറിൽ കാണിക്കുന്നത്. വനില എസൻസ് 1 ടീസ്പൂൺ. അത് കഴിഞ്ഞ ശേഷം അത് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഷുഗർ പൗഡർ ഇതിലേക്ക് കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് നമ്മളതങ്ങ് അരച്ചെടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. മുട്ടയും പഞ്ചസാരയും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/4 കപ്പ് ഓയിൽ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒഴിക്കുകയാണ്. സാധാരണ നമ്മൾ കറികൾക്ക് ഒഴിക്കുന്ന എണ്ണയാണ്, അത് ഒഴിച്ചെടുത്തു. എന്നിട്ട് നല്ലോണം ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഈ മുട്ടയുടെ മിക്സും
ബനാന മിക്സും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക, നല്ലവണ്ണം ഇളക്കിയെടുക്കുക. ഒരു വിസ്ക് വെച്ചാണ് ഞാനത് മിക്സ് ചെയ്യുന്നത്. രണ്ടും കൂടി നല്ലോണം യോജിച്ച് വരണം, അതിനായിട്ടാണ് ഞാൻ നല്ലോണം ഇളക്കിയെടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഡ്രൈ ഗ്രേപ്സ്, ഉണക്ക മുന്തിരിങ്ങ കുറച്ച് ഇടുവാണ്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ കാഷ്യൂനട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അതും അതിൻ്റെ അകത്തിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഞാനിത് സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാട്ടോ അങ്ങനെ തോന്നുന്നു. ഞാൻ അത്രയ്ക്ക് സ്പീഡായിട്ടൊന്നും ചെയ്യുന്നില്ല, സ്ലോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും തമ്മിൽ യോജിപ്പിച്ചെടുക്കുക, നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പതുക്കെ 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 നമ്മളത് യോജിപ്പിച്ചെടുക്കുക. ഈ പഴത്തിൻ്റെ കൂടെ ആ ഗ്രാമ്പൂവിൻ്റെ ടേസ്റ്റും പട്ടയുടെ ടേസ്റ്റും ഒക്കെ ഉള്ളപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാണത്. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഈ ഒരു തിക്നെസ്സിലാട്ടോ വരേണ്ടത്. പിന്നെ ഞാനത് കേക്ക് ടിന്നിലേക്ക്, നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ടാപ്പ് ചെയ്യണം. അത് എയർ ബബിൾസൊക്കെ റിലീസായിട്ട് വരാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാനൊരു കുക്കറിലേക്കാട്ടോ വെക്കുന്നത്. ഒരു 10 മിനിറ്റ് ഞാനത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറാണത്. അതിലേക്കാണ് ഞാൻ ഈ കേക്ക് വെക്കുന്നത്. ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഡ്രൈ ഗ്രേപ്സ് ഇടുകയാണ് കേട്ടോ. ആവശ്യമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അത് കഴിഞ്ഞ ശേഷം കുക്കർ നല്ലവണ്ണം മൂടി വെച്ച് എനിക്കൊരു 50 മിനിറ്റ്സ് എടുത്തു കേട്ടോ. 40 to 50 മിനിറ്റ്സ് എടുത്തു എനിക്ക് വെന്ത് വരാനായിട്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരുന്നത്. ഒരു 40 നിമിഷം കൊണ്ട് നമുക്ക് എടുക്കാം ഇത്. ഞാനത് കത്തി വെച്ച് കുത്തി നോക്കുകയാണ് വെന്തോന്ന്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ സ്റ്റവിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തു. ഇനി നമ്മളിത് കുക്കറിൽ നിന്ന് അതെടുത്ത് മാറ്റി തണുക്കാൻ വയ്ക്കുക. നല്ലവണ്ണം തണുത്ത് കഴിഞ്ഞ ശേഷം കേക്കിൽ നിന്ന് നമുക്ക് കേക്ക് പുറത്തെടുക്കാം. അത് നല്ലവണ്ണം ആറട്ടെ. ഒരു ടവൽ വെച്ച് മൂടി വെച്ചാൽ മതി, അത് പിന്നെ നല്ലോണം ആറിക്കോളും. എല്ലാം നല്ല ആറിക്കഴിഞ്ഞു. പിന്നെ ഞാനത് ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ്. കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണ്. കത്തി കൊണ്ട് തൊട്ടാൽ തന്നെ വേഗം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ഒരു ഇതായിട്ട് പൊട്ടിയൊന്നും പിടിക്കുന്നൊന്നുമില്ല, നന്നായിട്ടുണ്ട്. ഫ്ലേവർ നല്ല സ്പോഞ്ചിയാണ്. നല്ല സ്പോഞ്ചി കേക്കാണ്. ആണല്ലേ അതിൻ്റെ ഫ്ലേവർ അകത്തിരിക്കുന്ന. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആ പഴത്തിൻ്റെ ഫ്ലേവറും നമ്മളിട്ടിരിക്കുന്ന പട്ട ഗ്രാമ്പുവിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റാണത്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.